അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 വിമാനത്തിന്റെ ടേക്ക് ഓഫിനും ക്രാഷിനുമിടയിലുണ്ടായത് വെറും 32 സെക്കൻഡ് മാത്രമെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട്. വിമാനത്തിലെ 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ റൺ മോഡിൽ നിന്ന് കട്ട് ഓഫ് മോഡിലേക്ക് മാറി. വിമാനം 180 നോട്ട്സിലെത്തിയപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഉടൻ തന്നെ റൺ മോഡിലേക്ക് സ്വിച്ച് മാറ്റിയെങ്കിലും എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനുള്ള സമയം ലഭിച്ചില്ലെന്നാണ് കണ്ടെത്തൽ. ഇത് സാധൂകരിക്കുന്ന വിധം കോക്പിറ്റ് വോയിസ് റെക്കോർഡ് വിവരങ്ങളും പ്രാഥമിക റിപ്പോർട്ടിലുണ്ട്. ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് എന്തിനെന്ന് പൈലറ്റുമാരിൽ ഒരാൾ ചോദിക്കുന്നതും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് അടുത്ത പൈലറ്റിന്റെ മറുപടിയും ലഭിച്ചതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഞ്ചിൻ തകരാറടക്കമുള്ള മറ്റ് കാരണങ്ങൾക്കുള്ള സാധ്യതയും റിപ്പോർട്ട് തള്ളുന്നു. അപകടത്തിൽപ്പെടുന്ന സമയത്ത് വിമാനത്തിലെ റാം എയർ ടർബൈൻ പ്രവർത്തിച്ചതായി കണ്ടെത്തി. വിമാനത്തിലെ വൈദ്യുതി ഹൈഡ്രോളിക് സംവിധാനങ്ങൾ നിശ്ചലമാകുന്ന സാഹചര്യത്തിലാണ് റാറ്റ് പ്രവർത്തിക്കുക. വിമാനത്തിലെ 2 ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളും ഒരേ സമയം ഓഫായതിന്റെ കാരണമാണ് ഇനി പുറത്തുവരാനുള്ളത്. ഇതിന്റെ സാങ്കേതികത സംബന്ധിച്ച് വിവിധ സാധ്യതകൾ ചർച്ചയായതോടെ അന്തിമ റിപ്പോർട്ടിനായി കാത്തിരിക്കണമെന്ന് വ്യോമയാന മന്ത്രാലയം അഭ്യർത്ഥിച്ചു. നിഗമനങ്ങളിലേക്കും ഊഹങ്ങളിലേക്കും എടുത്തു ചാടരുതെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു അറിയിച്ചു. ബ്ലാക്ക് ബോക്സ് സുരക്ഷിതമായി ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയെ മന്ത്രി അഭിനന്ദിച്ചു. Securing the black box and trying to decode the data and everything being done in India itself in the lab in Delhi for AIB, first of its kind. So I'd like to appreciate all the efforts they have put in to do a very transparent, very mature, professional way the investigation has been done. അതിനിടെ പൈലറ്റുമാരെ പ്രതിസ്ഥാനത്ത് നിർത്തും വിധം നിഗൂഢത നിറഞ്ഞ അന്വേഷണ റിപ്പോർട്ടിനെതിരെ എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തി. അന്തിമ റിപ്പോർട്ടിനു മുൻപ് ഇക്കാര്യങ്ങൾ എങ്ങനെ പരസ്യമായെന്നാണ് ALPA ഉയർത്തുന്ന ചോദ്യം. തുടർ അന്വേഷണത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ പൈലറ്റുമാരുടെ പ്രതിനിധിയെ അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.